ഹലോ. ഇന്ന് നമ്മൾ സ്വീറ്റ് പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സ്വീറ്റ് പൊറോട്ട അല്ലെ സ്വീറ്റ്ന. പല നാട്ടിൽ പല പേരാണ് ഇതിന്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലെനിക്ക് ചെറിയൊരു അബദ്ധമൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിൽ പറയാം. നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വീഡിയോ കാണണേ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കൊക്കെ ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഇതുണ്ടാക്കുന്ന വിധം നോക്കാം. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഞാനൊരു സർപ്രൈസും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അത് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇതിനായിട്ട് ഇളം ചൂടുള്ള പാലിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് ഒരു 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് അതിട്ടിട്ട് ഇളക്കുക. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു എഗ്ഗ് വേണം. എഗ്ഗിൻ്റെ വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ചെയ്യുക. എഗ്ഗ് വൈറ്റ് മാത്രമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയ കാരണം ഇതിൽ ഡയറക്റ്റ് ഇടാം. അല്ലെങ്കിൽ നമ്മൾ വലിയൊരു ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ 10 മിനിറ്റ് കുതിർത്തതിന് ശേഷം യൂസ് ചെയ്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ബട്ടർ മെൽറ്റ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ഇതിനകത്തേക്ക് ആദ്യം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ബട്ടറും കുറച്ച് ഉപ്പും ചേർത്ത് ഈസ്റ്റ്, പാല്, കുറച്ച് ഉപ്പ്, പഞ്ചസാര ഇതെല്ലാം ചേർത്ത് ചെറിയ ചൂടുള്ള പാലായിരിക്കണേ അതിലേക്ക് ഇട്ട് ഇളക്കി മിക്സാക്കിയതിലേക്ക് നമുക്ക് 2.5 കപ്പ് ഫ്ലോർ, അത് നിങ്ങൾക്ക് വീറ്റ് ഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം. മൈദയോ വീറ്റ് ഫ്ലോറോ ഏതെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ആദ്യം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന കാരണം നമ്മൾ സ്പാറ്റിൽ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതവിടെ എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞു മോള് ഇത് കുഴയ്ക്കാനായിട്ട് കൂടുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അവളും കിടന്ന് ഇത് നന്നായിട്ട് ഡോ കുഴയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് പിന്നെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കുഴച്ച് വെച്ച ഡോയിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ തടവിയിട്ട് നമുക്ക് ക്ലിംഗ് റാപ്പ് ഇട്ട് 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്ത ഡോ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചിട്ട് നല്ലതായിട്ട് പൊങ്ങി വരും. കുഴച്ചിട്ട് നമുക്കതിനെ ഒരു 8 പീസോ അല്ലെങ്കിൽ ചെറിയ സ്മോൾ സൈസ് ആണെങ്കിൽ ആ ഒരു സൈസിലാക്കിയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കതിനെ ബോളാക്കി ഉരുട്ടി വെക്കാം. ഉരുട്ടി വെച്ചിട്ട് നമ്മളിതിനെ കവർ ചെയ്ത് ഉരുട്ടിയ ബോൾസ് എല്ലാം കവർ ചെയ്ത് വെച്ച് വീണ്ടും നമുക്ക് ഓരോ ബോൾസായിട്ട് പതുക്കെ പരത്തിയെടുക്കുമ്പോൾ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് പരത്തി വെക്കാം. എന്നിട്ട് നമ്മൾ ഈ പരത്തി വെച്ച ഓരോന്നും ഒന്നിന് മേളിൽ ഒന്നായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് പൊടി തൂവിയതിൻ്റെ മേലെ കുറച്ച് ബട്ടറും തേച്ചിട്ട് അടുക്കി വെക്കാം. ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് ലെയർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. ലെയർ വേണ്ടിയിട്ട് നമുക്ക് അടുക്കി ഇതിങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിനെ എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് വീണ്ടും വലുതായിട്ട് വീണ്ടും പരത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. പരത്തി വെച്ചിരിക്കുന്ന എല്ലാം കൂടി വീണ്ടും ഒന്നുകൂടെ നമ്മൾ പരത്തുകയാണ് ചെയ്യുന്നത്. കുറച്ച് ചെറിയൊരു 1-1.5 ഇഞ്ച് കനത്തിലായിട്ട് വീണ്ടും പരത്തിയെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് പൊടിയും തൂവി, പിന്നെ നമുക്ക് സ്വീറ്റ്നെസ്സിനായിട്ട് നമുക്ക് ഇതിന് പഞ്ചസാര അല്ലെങ്കിൽ തേനോ, പിന്നെ പഞ്ചസാര ആവശ്യമില്ലാത്തവർക്ക് തേനോ അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മിക്സഡ് ജാമോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഫ്രൂട്ട് ക്രഷോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഏത് ഫ്ലേവർ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഏതെങ്കിലും ഇവിടെ ഞാനിത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ചേർക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് റൈസിൻസും പിന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നത്. ടൂട്ടി ഫ്രൂട്ടിക്ക് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ജാമിൻ്റെ മേലെ പഞ്ചസാര തൂവി കൊടുത്ത് ജാമ് തേച്ച് അതിൻ്റെ മേലെ ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് വേണം നമുക്കിത് റോൾ ചെയ്യാനായിട്ട്. റോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഇത് കട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ. എല്ലാം കൂടി ഒരു 2 മണിക്കൂറത്തെ പരിപാടി ഇതേ ഉള്ളൂ. ആരെയും പെട്ടെന്ന് ഒരാൾ വരികയൊക്കെ ആണെങ്കിൽ, നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത്ര ടൈമേ ആവശ്യമുള്ളൂ. ഒരു 1 അവർ റെസ്റ്റ് ചെയ്യാനും പിന്നെ ഇത് പരത്തി കുക്ക് ചെയ്യാനുള്ള ആ ഒരു ടൈം. ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും.
ഇതിൻ്റെ ഫില്ലിങ്ങായ ജാമും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് റോൾ ചെയ്യാം കേട്ടോ. റോൾ ചെയ്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് ഓരോ സ്വീറ്റ്നസിൻ്റെ സൈസിലായിട്ട് കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് പൊടി തൂവി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് ഒരു സൈസിൽ പരത്താം. പക്ഷേ ഞാനിത് ഇതിൽ ജാം ചേർത്ത് കുറച്ച് അധികമായി പോയതുകൊണ്ട് എൻ്റെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇതങ്ങ് കട്ടി കുറച്ച് പരത്താൻ പറ്റിയില്ല. എന്നാലും 1 ഇഞ്ച് കനത്തിലൊക്കെയാണ് പരത്തേണ്ടത്, 1 ഇഞ്ച് 1.5 ഇഞ്ചിൽ. പക്ഷേ എനിക്ക് അധികം പരത്താൻ പറ്റിയില്ല. എൻ്റെതൊരു സിന്നമൺ റോൾ പോലെ ആയിട്ടുണ്ട്. അതാണ് എനിക്ക് പറ്റിയില്ല അബദ്ധം. അപ്പം ജാം അധികം ചേർക്കരുത്, ജാം അതുകൊണ്ട് അധികം നിങ്ങൾ പുരട്ടി കൊടുക്കാതെ. എനിക്ക് പറ്റിയ അബദ്ധം അതാണ്. അന്നിപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് പരത്താൻ കിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെച്ചതിന് ശേഷം, കവർ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എഗ്ഗ് വാഷ് ചെയ്യാം. അതായത് യെല്ലോ ഇല്ലേ, മുട്ടയുടെ യെല്ലോ നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ഇത് യെല്ലോ നമുക്ക് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് പുരട്ടി കൊടുക്കാം. അപ്പോൾ അങ്ങനെ പുരട്ടുമ്പോൾ നല്ലൊരു ബ്രൗൺ കളറ് ഇത് ബേക്കായിട്ട് വരുമ്പം കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിലാണ് ഞാൻ ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം അതിൻ്റെ മുകൾ ഭാഗം കണ്ടില്ലേ, പൊങ്ങി വന്ന് ബ്രൗൺ കളറാവും. അതാണ് അതിൻ്റെ ഒരു ബേക്കിംഗ് ടൈം കേട്ടോ. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പം ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ മോൾ ഇത് കഴിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്രിസ്പി ആയിരിക്കും, ഭയങ്കര ടേസ്റ്റിയാണ്. നന്നായിട്ട് തന്നെ ഇത് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. നമ്മുടെ ഇപ്പോഴത്തെ മങ്കി ഇല്ലേ, വൈറൽ മങ്കി, പഞ്ചിൻ്റെ പിക്ചർ, പഞ്ചിൻ്റെ ഫ്രണ്ടും ഫ്ലഷിനെയും പഞ്ചിൻ്റെയും പിക്ചർ എൻ്റെ മോള് വരച്ചതുണ്ട് കേട്ടോ. ലാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. ഓക്കെ, എൻ്റെ ചെറിയ ആളിതാ ഈ റോളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം സ്വീറ്റിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.